അസ്സലാമലൈക്കും. എൻ്റെ ഭർത്താവിൻ്റെ ചികിത്സയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ ഭർത്താവിൻ്റെ തലയിലെ നരമ്പിന് കുമിള പൊട്ടി എൻ്റെ ഭർത്താവ് ഇപ്പോൾ മരണത്തിൻ്റെ സ്റ്റേജിലാണ്. അപ്പോൾ എൻ്റെ ഭർത്താവിന് സർജറി ചെയ്യണമെങ്കിൽ 4 ലക്ഷം രൂപയോളം വേണം. ഞങ്ങളെ കൊണ്ട് ആരടുത്ത് പോയി ചോദിക്കണമെന്നൊന്നും അറിഞ്ഞൂടാ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളെ സഹായിക്കണം. എനിക്ക് 2 പിഞ്ചു മക്കളാണുള്ളത്. ഞങ്ങളെ സഹായിക്കാനൊന്നും വേറെ ആരും തന്നെ ഇല്ല. എൻ്റെ ഭർത്താവിനെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്നാലേ ഇനി എനിക്കും എൻ്റെ മക്കൾക്കും ഒരു ജീവിതം. നമസ്കാരം, ഞാൻ PC വിഷ്ണുനാഥ് MLA ആണ്. ഞങ്ങളെല്ലാവരും ഉള്ളത് ഈ നെടുമ്പന പഞ്ചായത്തിലെ 22-ാം വാർഡിലെ സുധീറിൻ്റെ വീട്ടിലാണ്. സുധീറിന് ന്യൂറോ സംബന്ധമായ ഒരു അസുഖം ഉണ്ടായി. സുധീർ കോട്ടയം മെഡിക്കൽ കോളേജിൽ പോവുകയും ചികിത്സാ സംബന്ധമായ കാര്യങ്ങളെല്ലാം പ്രാഥമികമായ പരിശോധനകളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ സർജറി എത്രയും വേഗം ചെയ്യണമെന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ. എസ്റ്റിമേഷൻ അവർ തന്നിട്ടുണ്ട് 4 ലക്ഷം രൂപയോളം. കാരണം പുറത്തുനിന്ന് വരുത്തി ചെയ്യേണ്ട ഉപകരണങ്ങളൊക്കെ വരുത്തി ചെയ്യേണ്ട സർജറിയാണ്. അപ്പോൾ 4 ലക്ഷം രൂപയോളം അതിന് എസ്റ്റിമേഷൻ ആകുമെന്നുള്ളത് ഡോക്ടർ അശ്വിൻ പത്മനാഭൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് റേഡിയോ ഡയഗ്നോസിസ്, അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റും അദ്ദേഹം തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളെല്ലാം കാണുകയുണ്ടായി. അപ്പോൾ എല്ലാവരുടെയും ഒരു അടിയന്തര സഹായം ഉണ്ടായെങ്കിൽ മാത്രമേ എത്രയും വേഗം ഈ ചികിത്സ കോട്ടയം മെഡിക്കൽ കോളേജിൽ സുധീറിന് നടത്താൻ കഴിയുള്ളൂ. സുധീറിൻ്റെ വീടുമൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വളരെ ബുദ്ധിമുട്ടും ദാരിദ്ര്യവും പ്രയാസവും ഒക്കെ കഴിയുന്ന ഒരാളാണ്. കൊച്ചുകുട്ടികളാണ്, ഭാര്യയാണ് നമ്മളെല്ലാം വന്ന് കാണുകയും മറ്റു സാമൂഹ്യ പ്രവർത്തകരെയെല്ലാം കാണുകയും ഇതിനു വേണ്ടിയിട്ടെല്ലാം ഓടി നടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ കഴിവിൻ്റെ എല്ലാം അപ്പുറത്താണ് ഇതുള്ളത്. അതുകൊണ്ട് എല്ലാവരുടെയും ആത്മാർത്ഥമായ ഒരു പിന്തുണ, സഹായം ഉണ്ടെങ്കിൽ നമുക്ക് സുധീറിൻ്റെ ഈ ശസ്ത്രക്രിയ എത്രയും വേഗം വിജയകരമായി പൂർത്തിയാക്കാൻ കഴിയും. രാവിലെയുള്ള കാലത്ത് ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നപ്പോൾ എനിക്ക് ജോലിക്ക് പോകാൻ ബുദ്ധിമുട്ടാണ്. കണ്ണിൻ്റെ കാഴ്ചയില്ല. എല്ലാവരും അതുകൊണ്ട് സഹായിക്കണം. എനിക്ക് 2 കുഞ്ഞു മക്കളാണുള്ളത്. വേറെ ആരുമില്ല എനിക്ക് സഹായിക്കാനും ചികിത്സ നടത്താനും. അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എൻ്റെ മകൻ്റെ എൻ്റെ ഭർത്താവ് കഷ്ടപ്പെട്ടതാണ്. എൻ്റെ മകനെ കഷ്ടപ്പെട്ട് വളർത്തി ഇത്രയും കഷ്ടപ്പെട്ടു. ഇത്രയും അസുഖങ്ങൾ വന്ന് ഇത്രയും ആവുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചത്. എൻ്റെ മോന് കാഴ്ച പോയിക്കൊണ്ടിരിക്കുക. ഒരു കണ്ണിൻ്റെ കാഴ്ച പോയി, ഇനി ഒരു കണ്ണും കൂടെ ഉണ്ട്. 2 കണ്ണൂരില്ലാത്ത എൻ്റെ മോൻ കഷ്ടപ്പെട്ടു. എൻ്റെ മോൻ്റെ അവസ്ഥ എൻ്റെ പൊടിക്കുഞ്ഞുങ്ങൾക്ക് അവസ്ഥ. എൻ്റെ മകന് പോലും പാപ്പാന്ന് വിളിക്കാനുള്ള യോഗം ഇല്ലാതെ അതെൻ്റെ മക്കൾക്കെങ്കിലും അതില്ലാതെ വരും. അതുകൊണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ പൊന്നുമൊക്കെ വേണ്ടി, എൻ്റെ മോന് വേണ്ടി നിങ്ങളെല്ലാവരും വേണ്ട സഹായം ചെയ്തു തരണം. 4 ലക്ഷം രൂപ വേണം. ഞങ്ങളെ കൊണ്ട് സഹായിക്കാനും ഞങ്ങൾക്ക് തരാനും ആരുമില്ല. ഈ കിടക്കാളം പോലും ഇങ്ങനെ ഇടിഞ്ഞു വീഴ്ച കിടക്കാണ്. എന്തെങ്കിലും സഹായം ചെയ്ത് താഴ്മയായിട്ട് എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഈ വാർഡിലെ ആശാ വർക്കറാണ്. ഇത് നെടുമ്പന പഞ്ചായത്തിലെ 22-ാം വാർഡാണ്. പാവപ്പെട്ട കുടുംബമാണ്. അന്നേരം ഈ വീട്ടിലെ ഈ കുട്ടികളുടെയും ഇതിൻ്റെ ഭാര്യ വീണ്ടും ഗർഭിണിയാണ്. അന്നേരം അതിൻ്റെ പരിരക്ഷയ്ക്കും ഒക്കെ ഓടി നടക്കണമെന്ന പയ്യനായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ഇങ്ങനായി. അന്നേരം എത്രയും വേഗം അതിൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞ് കിട്ടിയ അസുഖങ്ങളൊക്കെ ഭേദമാകും. ഞാൻ അംഗൻവാടി ടീച്ചറാണ്. നെടുമ്പന പഞ്ചായത്തിലെ 20-ാം വാർഡിൽ 115-ാം നമ്പർ അംഗൻവാടിയിലാണ്. ഇവിടുത്തെ കുട്ടികളെ എൻ്റെ അംഗൻവാടി ഇരിക്കുവാണ്. നിർധനരായ ഒരു കുടുംബമാണ്. എല്ലാവരും ഇത് വീഡിയോ കണ്ടിട്ട് വേണ്ടുന്ന സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു.